ഇനി 20th അവർ പോകുന്നത് കൊല്ലത്തേക്കാണ്. അവിടെ നടന്ന രണ്ട് വ്യത്യസ്ത അതിക്രമങ്ങളിലേക്ക് പെൺകുട്ടികളോട് അതിക്രമം കാട്ടിയ രണ്ടുപേരെയാണ് കൊല്ലത്ത് പോലീസ് ഇന്ന് പിടിയിലായത്. ഒന്നാമത്തെ കക്ഷി ഇരവിപുരം സ്വദേശി രാജേന്ദ്രനാണ്. രണ്ടാമത്തെ ആൾ 25-കാരനായിട്ടുള്ള ആരോമൽ. ആദ്യം രാജേന്ദ്രന്റെ കേസിലേക്ക് പോകാം. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്നു രാജേന്ദ്രൻ. ഇരവിപുരം പോലീസ് അങ്ങനെ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. എപ്പോഴാണ്? ഏതാണ്ട് 6 മാസക്കാലം ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ നോക്കിയിരുന്ന ആളായിരുന്നു രാജേന്ദ്രൻ. ഇയാളെ കണ്ടെത്താനായിട്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. 6 മാസം മുമ്പ് ഈ കുഞ്ഞു കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇയാൾ. നാട്ടുകാര് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഫോൺ ഉൾപ്പെടെ ഉപേക്ഷിച്ച് രാജേന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു. ഓച്ചിറയിലെ ഫാൻസി കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ പിടിയിലാകുമ്പോൾ രാജേന്ദ്രൻ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് എന്നാലും ഒരു പിഞ്ചു പൈതലിനോട് കാട്ടിയ ക്രൂരതയ്ക്ക് അതിനുശേഷം ആരും കാണാതെ കൊല്ലത്തുനിന്നും അധികം ദൂരെയല്ലാത്ത ഓച്ചിറയിൽ പോയി ജോലി ചെയ്ത് ഇയാൾ ഇത്ര നാൾ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സംശയകരം. രണ്ടാമത്തെ കേസ് അത് ആരോമൽ എന്ന് പറയുന്ന യുവാവാണ്. മദ്യലഹരിയിലായിരുന്നു ആരോമൽ. സ്കൂൾ വിദ്യാർത്ഥിനിയോട് അസഭ്യം പറഞ്ഞു, മാത്രമല്ല കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കേസാണ് ആരോമലിനെതിരെ. തഴുത്തല PK ജംഗ്ഷന് സമീപം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ വിദ്യാർത്ഥിനി. ഈ പ്രതി വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു. പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. ആരോമലിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇയാൾ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ നീചകൃത്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെയും പ്രതി പെൺകുട്ടികളോട് അപമര്യാദയെ പെരുമാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ബാലസുരക്ഷയെ ബാധിക്കുന്ന കേസുകളായതുകൊണ്ടും 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.